ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മള് പോണത് ഒരു എന്താ അപ്പത്തിന്റെ പേര്, കോണോട്ടപ്പം എന്ന് പറഞ്ഞ അപ്പത്തിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അപ്പം കഴിച്ചിട്ട് നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ്. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ ഓരോ സപ്ലൈ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയൂല. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോയി അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാണ്. അപ്പം ബാക്കിയൊക്കെ പോയിട്ട് കാണാം. സോ നമ്മള് ഇപ്പൊ ചെയ്യാൻ പോകുന്ന വീഡിയോന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് കോണോട്ടപ്പം എന്നാണ്. ഇവര് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്, കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി എന്തെല്ലാമാണെന്ന് നമുക്ക് അവിടെ ചെന്നിട്ടേ അറിയാൻ പറ്റും. പോയി നോക്കാം. ഇവര് വീട്ടിൽ നിന്ന് തന്നെ അപ്പം ഉണ്ടാക്കിയിട്ടാണ് സെല്ല് ചെയ്യുന്നത്. ഇവർക്കൊരു ഷോപ്പും ഉണ്ട്. അപ്പോൾ വീട്ടിൽ നിന്നാണ് മെയിനായിട്ട് ഇവര് നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് നരിക്കുനിന്ന് കുമാരസ്വാമി റോഡിന് പോകുമ്പം പാലോളിത്തായത്ത് എത്തുന്നതിന്റെ തൊട്ടു മുന്നേ കോണോട്ടുകോയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ തന്നെ ഒരു ബോർഡ് കാണാം. ആ ബോർഡുള്ള റോഡിന് നേരെ നമ്മൾ കേറുമ്പം കുറച്ച് മുന്നോട്ട് പോകുമ്പോ തന്നെ നമുക്ക് ഇവര് വീട്ടിലോട്ടുള്ള വഴി കാണാം. ഇവര് വീട്ടിൽ വന്നിട്ട് അപ്പം കൊണ്ടുപോകേണ്ട സ്ഥലത്തോട്ടുള്ളതൊക്കെ രണ്ടാൾക്കാർ വന്നിട്ട് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഇവര് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇവര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുക, എന്തായാലും കോണ്ടാക്ട് ചെയ്യുക. രാവിലെ തന്നെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അവിടെ വീട്ടിലെത്തിയപ്പോ തന്നെ ഇതിന്റെ ഓണർ ഓൾ ഇൻ ഓൾ മെയിൻ ആയിട്ടുള്ള റാഷിദ്ക്ക് അവിടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അപ്പം ഉണ്ടാക്കാനുള്ള കുറെ അപ്പം ഉണ്ടല്ലോ, അപ്പം ഉണ്ടാക്കാനുള്ള മാവെല്ലാം കുഴച്ചത് ഒരു ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് നിൽക്കേനു. ഇത് ഓരോ വൈഫാണ് കേട്ടോ. அந்த பொண்ணாണ് இந்த ஆளிന്റെ ഒറിജിനൽ പൊണ്ടാട്ടി. ഉണ്മയെ சொல்றேங்க. ഈ കള്ളന്മാരുടെ കൂടെ ഒരു കൊച്ചു കള്ളനുണ്ടല്ലോ, കൊച്ചുണ്ണി, അവനെ പൊക്കാനാണ് ഞാൻ വന്നത്. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. ആക്ഷൻ. അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഈ നടന്നു വരുന്നതാണ് കേട്ടോ റാഷിദ് ഖാന്റെ അമ്മ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. അണ്ണൻ കരുതുന്ന പോലെ ഞാൻ അത്ര പാവമൊന്നുമല്ല. ഞാനേ കൂതറയാ, വെറും കൂതറ. ഈ തട്ടം കൊണ്ട് മുഖം മറിച്ച് നടന്നു വരുന്ന കുതിര ഒരു ചെറിയ കുതിരല്ല. ഇവള് വരച്ചതാണ് ഈ ചിത്രങ്ങളൊക്കെ. എല്ലാം നല്ല അടിപൊളിയായിക്കണ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വരച്ച് വെച്ചിക്കണേ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ചിത്രം വരയ്ക്കാനോ ആരുടെങ്കിലും ഫോട്ടോ നോക്കി വരച്ച് ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സെയിം നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്പറൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം വരച്ച് ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാന്നല്ലാണ്ട് മുഖമൊന്നും ഇവർ കാണിക്കുന്നില്ല. ആരാ വരച്ചതെന്നല്ലേ നമുക്ക് മനസ്സിലാണ്ടേ. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര നാണം. എൻ്റെ അടുത്ത് നാണം നടക്കുമോ? ഞാൻ ഇവരെല്ലാവരും അറിയാണ്ട് ഇവരൊക്കെ വീഡിയോ എടുത്തിക്കണം. ഇതാണ് കേട്ടോ ഓരോ വീട്ടിൽ അപ്പം ചുടുന്ന ഭാഗം. അടുക്കളേൻ്റെ അടുത്ത് തന്നെ വേറെ അപ്പം ചുടാൻ മാത്രമായിട്ടൊരു സെറ്റപ്പ് റെഡിയാക്കിയിട്ട് അവിടെ നിന്നാണ് അപ്പം ചുടുന്നത്. പിന്നെ ഇതെല്ലാം ചുട്ട് വെച്ച നെയ്യപ്പാണ്. ഇതെല്ലാം ഇങ്ങനെ കവറിലാക്കിയിട്ട് 10 എണ്ണം എങ്ങാനും ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. കിട്ടിയ ഗ്യാപ്പിൽ അജുക്കാക്ക് 2 എണ്ണം പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 4-5 സ്റ്റൗ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലൊക്കെ ചട്ടി വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദിവസം ഇവർക്ക് 1000ൻ്റെ മുകളിൽ ഓർഡർ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ രാവിലത്തെ ഫസ്റ്റ് ഓർഡർ വന്നെടുക്കുന്നത് ഈ ഇക്കായാണ് കേട്ടോ. ഇവര് പറയുന്ന ഇവര് കോഴിക്കോടുക്കാണ് ഈ ഫസ്റ്റ് ഓർഡർ കൊണ്ടുവന്നതാണ്. കോഴിക്കോട്. എത്ര അപ്പം? ഇവര് രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് അപ്പം എടുത്തിട്ട് ഇവർക്ക് ഓട്ടോ ഉണ്ട്, ഓട്ടോയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യുന്നത്. ഇത് ഡെയിലി കൊടുക്കുന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് കൊടുക്കുക. അല്ലാണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലാണ് ഇവർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്നെടുക്കുന്ന പോലാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് എടുക്കുകയോ ചെയ്യും. ഇനി അതല്ല ഇവർക്ക് എങ്ങോട്ടെങ്കിലും എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതും ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഓട്ടോൻ്റെ ബാക്കിലുള്ള ഈ നമ്പറാണ് അപ്പത്തിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ. ഈ നീല ഓട്ടോറിക്ഷ എവിടെയെങ്കിലും കണ്ടിട്ട് ഈ പേരൊക്കെ വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം ഇതാണ് ആ അപ്പം എന്ന്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ അറിയില്ല, റാഷിദ് ഖാക്ക് ഭയങ്കര ആത്മാർത്ഥത. ഹെൽമെറ്റ് ഒന്നും ഊരുന്നേ ഇല്ല. ഫേസ് റിവീൽ ചെയ്യാനിപ്പോൾ ഞാൻ വേറെ വീഡിയോ ഇടേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഞാൻ 6 മാസമായി ഇവിടെ വന്നിട്ട് വരാൻ തുടങ്ങിയിട്ട്. പിന്നെ ആദ്യമൊക്കെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. അപ്പൊ വളരെ ഈസി ആയിട്ട് ചെയ്യലുണ്ട്. പല സ്ഥലങ്ങളിലേക്കും, അതായത് കോഴിക്കോട് ടൗണ് തൊട്ട് പിന്നെ ഓമശ്ശേരി, പൂനൂര്, താമരശ്ശേരി, കൊടുവള്ളി ഭാഗത്തേക്കൊക്കെ പിന്നെ അപ്പങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഓർഡറുകൾ സ്വീകരിക്കലുണ്ട്. ഓർഡറുകൾ 1000, 2000 അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 100, 200 അത് വളരെ കുറവ് അതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓർഡറുകൾ ആദ്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുന്ന നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ടുള്ള സ്ഥലമാണ്. നല്ല ക്വാളിറ്റി ഉള്ള അപ്പങ്ങളാണ്. നല്ല നെയ്യപ്പം, ഉണ്ണിയപ്പം. നല്ല ഉണ്ണിയപ്പത്തിന് സമയമായില്ല, അത് കഴിഞ്ഞിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കല്. നെയ്യപ്പത്തിന് പണി കഴിഞ്ഞിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കല്. ഉച്ച 2 മണി വരെയൊക്കെ നമുക്ക് പണിയുണ്ടാവും. അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ഓർഡർ എടുക്കുന്ന ആള് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ആള് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഈ ആളാണ് രണ്ടാമത് വന്നിട്ട് ഓർഡർ എടുക്കുക. ഇവരാരും ഹെൽമെറ്റ് വരുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര പേടി. ഞാൻ ഇവരെ മക്കാറാക്കാനുള്ള പേടി ആണ് തോന്നുന്നു. ഞാൻ എന്തായാലും മക്കാറാക്കാനൊന്നും പോകുന്നില്ല. അപ്പത്തിനെ പറ്റി പറയും. തുടങ്ങിയതൊക്കെ എന്നാന്നൊക്കെ പറയും. അഞ്ചൊന്നല്ല, 5 വർഷം മുമ്പ് വീട്ടിൽ വെച്ച് തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് സർക്കാർ തന്നെ കൂടി ആലോചിച്ച് എങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോ പ്ലാനൊക്കെ ഉണ്ട്. അപ്പൊ പറയാത്തോ 2 മാസം പോലെ ഞങ്ങളതിന്റെ ഐഡിയകൾ ആലോചിച്ചത് ഇങ്ങനെ ഒന്നിച്ചുണ്ടാക്കുള്ളൂ. അപ്പം ഉണ്ടാക്കാൻ എന്റെ അമ്മക്ക് അറിയുന്നു. എന്റെ അമ്മേനെ എന്റെ പെണ്ണുകൾ വെച്ചത് ഓളത്തിന് ചുടിയാറൊക്കെ ചെയ്ത് പാലക്കാട് കാത്തു വയ്ക്കാൻ പോലെ അങ്ങനെയാണ് അപ്പത്തെ അപ്പൊ വലിയ കൂടെ വിൽക്കാൻ ചെലവാകാറുണ്ട്. ഞങ്ങൾ ചെലവാകാറുണ്ട്. അതുപോലെ ആവുമ്പോൾ നോക്കാറുണ്ട്. പിന്നെ പറഞ്ഞ എനിക്ക് ഈ വാക്കിനെ പിടിച്ചു തുടങ്ങി എപ്പോഴും അങ്ങനെ 10 പിന്നെ നല്ലൊരു പിന്നെ ഇപ്പൊ കുറെ കാലുണ്ട്. കൊടുവള്ളി, ഓമശ്ശേരി, താമരശ്ശേരി, മാനൂരും ആ ഭാഗത്ത് അങ്ങനെയൊക്കെ ബാത്റൂം ഒന്നാമകൽ വരെ പോയില്ല. പിന്നെ അതിന്റെ പുറത്ത് സ്ഥലമാണ് ഞങ്ങൾ ആദ്യം കൊടുക്കണ്ടേ. പിന്നെ അവിടെ സാധനം എത്തിയാൽ കഴിയും. വാശേരി പോലെ സാധനം ഉണ്ടാക്കിയാൽ ചെയ്താൽ ഇപ്പൊ കൊടുക്കില്ല. ഒരു ദിവസം എത്ര അപ്പം ഉണ്ടാവും? മോശത്താണ് അതിന്റെ കണക്ക്. വെള്ളത്തപ്പം തന്നെ ഒരു 150 പറഞ്ഞു. നെയ്യപ്പോ ഒരു 1500 കിട്ടും. നെയ്യപ്പത്തിന് കോട് കൂടുതൽ. അതിനെല്ലാ താല്പര്യങ്ങൾ ചെറിയ ചെറിയ പിടികളൊക്കെ. ഒരു 5 വർഷം മുന്നേ തുടങ്ങിയ ഒരു ബിസിനസ്സാണിത്. 2 മാസത്തോളം ഇവർ ഇതിനെ പറ്റി ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാന്നുള്ളത്. ഇവരെ ഉമ്മക്ക് അപ്പം ഉണ്ടാക്കുന്നത് നല്ലപോലെ അറിയാനും അപ്പൊ ഇവരെ വൈഫിന് വേണ്ടിയിട്ട് ഇവര് അപ്പം ഉണ്ടാക്കണമൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് അങ്ങനെയാണ് ഇവര് അപ്പം വീട്ടിൽ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്ത് നരിക്കുനിയിലൊക്കെ കൊടുത്ത് പിന്നെ ഇവർക്ക് ഓർഡേഴ്സ് കിട്ടി തുടങ്ങി. ഈ കഴിഞ്ഞ വിഷുവിന് ഇവർക്ക് കിട്ടിയ ഓർഡേഴ്സ് 13,000 അപ്പം ഉണ്ടാക്കുക എന്നുള്ളതിനും അത്രത്തോളം അടിപൊളിയായിട്ട് സെല്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് കോണോട്ടപ്പം എന്ന് പറയുന്നത്. ഇവരാണ് കേട്ടോ ഈ ഫാമിലിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഷോപ്പിലോട്ടാണ്. ഇവരെ ഷോപ്പ് വരുന്നത് പാലോളിത്താഴത്ത് അങ്ങാടി തന്നെയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവർ മാവ് കൂട്ടി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പിന്നെ അരിയെല്ലാം കഴുകി വെച്ചതാണ്. ഇതിനി പൊടിച്ചിട്ട് വേണം മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ തേങ്ങ എല്ലാം മുറിച്ചിടുന്നത് ഇതൊക്കെ മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കിണ്ണത്തപ്പത്തിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ശർക്കര സ്റ്റൗവിൽ വെച്ചിട്ട് ഉരുക്കിയിട്ട് അതും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ മാവ് കൂട്ടി വെച്ചതൊക്കെ വലിയ വലിയ ചെമ്പുകളിലാണ്. ഇവർക്ക് ഒരു ദിവസം 100ന്റെ മുകളിൽ ഓർഡർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വലിയ കിണ്ണത്തപ്പം മാത്രമല്ല 3 സൈസുള്ള കിണ്ണത്തപ്പം ഇവരിവിടെ സെല്ല് ചെയ്യുന്നുണ്ട്. ആണ് ഇവരിവിടെ യൂസ് ചെയ്യുന്ന ഓവൻ. ഈ ഓവനിൽ വെച്ചിട്ടാണ് ഇവരിത് മുഴുവനും ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കുക്കറാണ്. നമ്മളെ പുരയിലൊക്കെ അല്ലേ ചെറിയ കുക്കർ, വലിയ കുക്കർ, വലിയ ചെമ്പൊക്കെ, അതുപോലെ വലിയ കുക്കറാണ് ഇതൊക്കെ. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളെ കിണ്ണത്തപ്പത്തിന്റെ മാവ് എന്ന് പറയുന്നത്. ഇതിലെന്തെല്ലാം ഇട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ശർക്കരയും തേങ്ങയും അരി പൊടിച്ചതും പിന്നെ എന്തെല്ലാം ഉണ്ട്. എന്തായാലും മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് കിണ്ണത്തപ്പത്തിന്റെ മിക്സ് ആവും. ഞാനിതെല്ലാം ചോദിക്കാൻ മറന്നുപോയി. പിന്നെ ഞാനെന്ത് പറയാനാ. അങ്ങനെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇതെല്ലാം പാത്രത്തിലേക്ക് അളവ് നോക്കിയിട്ട് കറക്റ്റ് അളവ് എല്ലാ പാത്രത്തിലും ആക്കിയിട്ട് ഇവരിത് ബേക്ക് ചെയ്യാൻ വെക്കും.
എല്ലാ പാത്രത്തിലും ഒരേ അളവാക്കിയിട്ടാണ് തൂക്കൊക്കെ റെഡി ആക്കിയിട്ടാണ് ഇവർ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. മാവ് പാത്രത്തിലേക്ക് പറന്നിട്ട് പിന്നെ അലങ്കോല പണികൾക്കായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടെടുക്കും. അതാണല്ലോ അതിൻ്റെ ഒരു മെയിൻ, കടിക്കണമല്ലോ ഇടയ്ക്കിടയ്ക്ക്, അതാണ് സംഭവം. എന്നിട്ട് നേരിട്ട് ഈ ഓവനിലേക്ക് അങ്ങ് കയറ്റും. ഇത് കുറേ തട്ടുണ്ട്, എത്ര എണ്ണം എനിക്കറിയൂല. 3 ഷെൽഫ് തന്നെ ഉണ്ട്, അതിൽ തന്നെ 3 അങ്ങനെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു, കുറേ എണ്ണം ഉണ്ട്. എന്തായാലും അതിലേക്ക് വെച്ചിട്ട് ഇവരങ്ങ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണ് ഇങ്ങനെ 3 സൈസുള്ള കിണ്ണത്തപ്പം. ഇത് ഏതെല്ലാം സൈസാണ് എന്ന് നോക്കാൻ ഞാൻ മറന്നു. ഇതാണ് എൻ്റെ പ്രശ്നം, ഞാൻ എന്തിനാടെ പോയതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. അപ്പോൾ പാലോളിത്തായത്തുനിന്ന് അങ്ങാടി തന്നെയുള്ള ഈ ബോർഡ് കണ്ടാൽ ഇതിൻ്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത്. ആർക്കെങ്കിലും അപ്പം വേണമെങ്കിൽ ഈ നമ്പറിലൊക്കെ വിളിച്ചാൽ മതി. അപ്പം അത്രേ ഉള്ളൂ.